ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഇനി മദീനത്തിൽ നിൽക്കൂലായിരുന്നു, ഞാൻ പോവാണ് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രാഷ്ട്രീയപരമായ ചില ഇജ്തിഹാദിലെ പിഴവുകൾ സംഭവിക്കുകയും അതൊരു വലിയ സംഘർഷത്തിലേക്ക് ചെന്നു ചേരുകയും ചെയ്തപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രധാനികൾ വന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മഹാനരേ, ഞങ്ങൾ ഈ കൊട്ടാരത്തിന്റെ പിൻവശത്തുകൂടെ ഒരു വഴി ഒരുക്കി തരാം, നിങ്ങൾ അതിലൂടെ കടന്ന് മക്കയിലേക്ക് പോയി അവിടെ ജീവിക്കണം, അവിടെ നിങ്ങളുടെ കുടുംബമുണ്ട്, അവർ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളും. അല്ലെങ്കിൽ നിങ്ങൾ കൂഫയിലേക്ക് പോകണം, അവിടെ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ധീരനായ ഭരണാധികാരിയാണ്, അദ്ദേഹം നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളും, നിങ്ങൾ തൽക്കാലം മദീനയിൽ നിന്നൊന്ന് പോകണേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങിക്കിടക്കുന്ന മദീന വിട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല, പോക വേണ്ടത് നിൽക്ക വേണ്ടത്. ബിലാൽ റളിയല്ലാഹുവിന് പോക വേണ്ടത്, ഉസ്മാൻ റളിയല്ലാഹുവിന് നിൽക്ക വേണ്ടത്. അത് ഓലൻ തീരുമാനിക്കല, അല്ലാതെ വേറൊരാള് നിങ്ങൾ പൊയ്ക്കോളി നിങ്ങൾ നിന്നോളി എന്ന് പറഞ്ഞു കൊടുക്കലല്ല. ഇഷ്ക് ഉണ്ടാവലാണ് പ്രധാനം, എന്താ ചെയ്യേണ്ടതെന്ന് ഓല് തീരുമാനിക്കും. റബീഉൽ അവ്വൽ 12 പരിപാടി ആയാലും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തോന്നും ഒരു പാട്ടാണ് പാടണമെന്ന്, ഓലാണ് പാടിക്കോട്ടെ. അപ്പൊ ചില കായുള്ള ആൾക്കാർക്ക് തോന്നുന്നത് എടുത്തുകാണ്ട് ഒരു കവറിലിട്ടിട്ടാണ് കൊടുക്കണമെന്ന്, ഓലാണ് കൊടുക്കട്ടെ. അതന്നെ ഓരോരുത്തർക്കും എന്താ തോന്നുന്നത് വെച്ചാൽ അതാണ്. ഹലാലിന്റെ പരിധിയിൽ നിൽക്കുന്ന ഏതും ഇഷ്കിന്റെ മേൽ പറ്റും, ബുദ്ധി സ്ഥിരമായിട്ടുണ്ടെങ്കിൽ. ബുദ്ധി സ്ഥിരമായിട്ടില്ലെങ്കിൽ ഹലാലിന്റെ പരിധിക്ക് അപ്പുറത്തുള്ളതും പറ്റും. ബുദ്ധി സ്ഥിരമാണെങ്കിൽ ഹലാലിന്റെ പരിധിയുടെ ഉള്ളിലുള്ള എല്ലാ സംഭവവും ഇഷ്കിന്റെ മേൽ പറ്റും. ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിൽ ഹലാലിന്റെ പരിധിക്ക് അപ്പുറത്തുള്ളതും പറ്റും. അപ്പൊ ഇഷ്കിന് ഇന്ന പ്രവർത്തനം എന്നൊരു സംഭവമില്ല, ഇഷ്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതുണ്ടായ ഉള്ളോ തീരുമാനിക്കും എന്താ വേണ്ടതെന്ന്. ഒരിക്കൽ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മുസ്തഫ നബി തങ്ങളോട് ഇഷ്ക് ഇങ്ങോട്ട് കയറി. എപ്പോഴാ സംഭവം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു. മൂപ്പർക്ക് അതാണ് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് ആയിഷ ബീവിന്റെ വീടിന്റെ മുമ്പിൽ വാതിൽക്കണ് നിന്നിട്ട് ഒറയുന്ന വാളിനെടുത്തിട്ട് വലത്തെ കയ്യിലാണ് പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാല് ഓടലുമ തലണ്ട് ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ആ വർത്താനാണ് ഇഷ്ക്. അത് ഖുർആനിലുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി? ഇതിന്റെ പണി എന്താ വെച്ചാൽ നോക്കുന്നതാണ് ഇതിന്റെ മറുപടി. ഉമർ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ വർത്താനം കൊണ്ട് സ്വർഗത്തില് ദറജ കൂടിയെന്ന കുറഞ്ഞു എന്നാ നിങ്ങളെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ കൂടിയെന്നാണ്. എന്റെ അഭിപ്രായത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാല് ഓന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ തല കൊണ്ട് വേർപ്പെടുത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ഉമർ ഖത്താബിന് സ്വർഗത്തില് ദറജ കൂടിക്കാണെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാനുള്ളത്, കുറഞ്ഞിക്കാന്നുള്ള അഭിപ്രായത്തിലല്ല. ഇതന്നെ സംഗതി. ഇഷ്ക് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. ഇഷ്ക് ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? അവിടേക്കാണ് നമ്മൾ അതിന്റെ വഴിയിൽ പ്രവേശിക്കേണ്ടത്. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് ഇഷ്ടമുണ്ടാണെങ്കിൽ ആദ്യം വേണ്ടത് ഇഷ്ടപ്പെടുന്ന ആളെ തിരിച്ചറിയണം. അറിയാത്തൊരു സാധനത്തെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അറിയാത്ത ഒരു സാധനത്തെ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. സ്വർഗത്തെ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹിനെയും റസൂലിനെ ഇഷ്ടമായതുകൊണ്ടാണത്. അതിന്റെ അനുബന്ധമാണ്. അറിയാത്ത ഒരു വസ്തുവിനെ അനുബന്ധമായിട്ടല്ലാതെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയണമെങ്കിൽ ആദ്യമായി നബി തങ്ങളെ നമ്മൾ അറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിഞ്ഞവർക്കൊക്കെ ഇഷ്ടമുണ്ടായി. ഇനി അറിവിന് 2 തലങ്ങളുണ്ട്. ഒരു തലത്തിൽ നിന്നാൽ ഇഷ്ടപ്പെടാൻ കഴിയില്ല, മറ്റൊരു തലത്തിൽ നിന്നാൽ ഇഷ്ടപ്പെടാൻ കഴിയും. മക്കത്ത് അബൂജഹൽ എന്നൊരു ചങ്ങായി ഉണ്ടായിരുന്നു, ലഅനത്തുല്ലാഹി അലൈഹി. നല്ല വിവരമുള്ള ആളാണ്. ഒരു വിവരമില്ലാത്ത മനുഷ്യനെ പിടിച്ചാണ്ട് ഖുറൈശികളെ നേതാവാക്കൊന്നുമില്ല. പിന്നെ സ്ഥാനപ്പേര് മൂപ്പർക്ക് ഡിഗ്രി കിട്ടിയതാണ് അബൂജഹൽ. ആള് വിവരമുള്ള ആളെന്നായിരുന്നു. മൂപ്പർക്ക് നല്ലൊരു ഡിഗ്രി കിട്ടി അബൂജഹൽ. എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? ഈ ആലിം എന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളല്ല ശരിക്കും ജാഹില്.
പരീക്ഷയ്ക്ക് എഴുതുമ്പോ അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ആലിമിന്റെ ഓപ്പോസിറ്റ് എന്താന്ന് ചോദിച്ചാൽ ജാഹിൽ തന്നെ എഴുതേണ്ടത്. അവിടെ പിന്നെ സാലിം ഫൈസി പറഞ്ഞാൽ കാര്യമൊന്നും ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ എഴുതേണ്ടി വരും. വാസ്തവത്തിൽ ആലിം എന്ന് പറഞ്ഞാൽ വിവരമുള്ളവനാണ്, ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ എന്നല്ല. ജാഹിൽ എന്നാൽ ബോധമില്ലാത്തവൻ എന്നാണ്. ബോധമില്ലായ്മ 2 തരത്തിലുണ്ട്, നല്ല മനസ്സിലായിക്കോളി ഞാൻ പറയണേ. ബോധത്തെക്കാൾ വലുതാണ് ശില്പം ബോധമില്ലായി. ചില വിഷയങ്ങളിൽ ബോധമില്ലാതിരുന്നാലും മതി. ആലിം വിവരമുള്ളവനാണ്, ജാഹിൽ ബോധമില്ലാത്തവനാണ്, വിവരമില്ലാത്തവനല്ല. വിവരം വിവരമായി പരിഗണിക്കണമെങ്കിൽ അത് ഉപകാരമുള്ള വിവരമായിരിക്കണം. അതിനെയാണ് നമ്മൾ നാഫിയായ ഇൽമ് എന്ന് പറയുന്നത്. നാഫിയായ ഇൽമ ഇല്ലാത്തവന്റെ പേരാണ് ജാഹിൽ. അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് മുഹമ്മദിനെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് നല്ല അഭിപ്രായമാണ്, ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല, ആള് ഭയങ്കര ഉഷാറാണ് പറഞ്ഞു. പിന്നെന്താ നിങ്ങൾ വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ ബനി ഹാഷിമുമായി കാലങ്ങളോളമായി മത്സരത്തിലാ, പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ? ഇതിനാണ് ബോധമില്ല എന്ന് പറയുന്നത്. വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, വിശ്വസിക്കാൻ പറ്റണില്ല. ബോധം ഉണ്ടെങ്കിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ബോധമാണ് വേണ്ടത്. ബോധമില്ലാത്ത അവസ്ഥയെ ജഹില് എന്ന് പറയും. ജഹില് 2 തരത്തിലുണ്ട്. ഒന്ന് ജഹില് മുറക്കബ് എന്നുള്ളൊരു സാധനമുണ്ട്, പിന്നെ ജഹില് ബസീത്ത് എന്നുള്ളൊരു സാധനമുണ്ട്. ജഹില് മുറക്കബ് എന്ന് പറഞ്ഞതും ജഹില് ബസീത്ത് എന്ന് പറഞ്ഞതും. ജഹില് ബസീത്ത് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് വിവരമില്ല, പക്ഷെ അയാൾക്ക് അറിയാം, എനിക്ക് അറിയില്ല എന്നറിയാം, അത് ജഹില് ബസീത്താണ്. ഒരു മനുഷ്യന് ഏറ്റവും വിവരമില്ലാത്ത ആള് മുഹമ്മദ് നബിനെ മനസ്സിലാക്കാത്ത ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരാൾക്ക് 3 മക്കൾ ഉണ്ടാവുകയും അതിൽ ഒരാൾക്കും മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ ജഹല, ഓൻ ജാഹിലായി. ഒരാൾക്ക് 3 കുട്ടികളുണ്ടായി, ആൺകുട്ടികള്. അതിൽ ഒരാൾക്കും മുഹമ്മദ് എന്ന് പേരിട്ടില്ലെങ്കിൽ ജഹല, അവൻ ജാഹിലായി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ കുറിച്ച് ബോധമില്ലാത്തവൻ തന്നെ ജാഹിലാണെങ്കിൽ മുഹമ്മദ് നബിയെ കുറിച്ച് ബോധമില്ലാത്തവൻ അബൂജഹലാവും. അങ്ങനെയാണ്. അപ്പോ ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബോധമില്ലാത്തവനാണ്, വിവരമില്ലാത്തവനല്ല. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബോധമില്ലാത്തവനാണ്. അപ്പൊ ഒരാൾക്ക് ബോധമില്ല, പക്ഷെ ഓൻ അറിയാം, എനിക്ക് അറിയില്ല എന്ന്, എന്നാൽ അത് ജഹില് ബസീത്താണ്. വേറൊരാള് ഓൻ അറിയില്ല, പക്ഷെ ഓനെ വിചാരം ഓൻ അറിയും എന്നാണ്, അത് ജഹില് മുറക്കബാണ്. ഇതാണ് അബൂജഹലിനുണ്ടായത്. അറിയില്ല എന്നത് പ്രശ്നമല്ല, അറിയില്ല എന്ന് അറിഞ്ഞാൽ മതി. അന്തമില്ലാത്തൊരനന്ത കോടിയാണ് ഈ അന്ത്യലോകത്തിന്റെ അന്തർഭാഗത്തിൽ. അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാകലാണ് ഏറ്റവും അന്തം. വിവരമില്ല എന്നുള്ള വിവരമാണ് ഏറ്റവും വലിയ വിവരം. നമ്മളിങ്ങനെ പറഞ്ഞ് അവസാനം കിട്ടേണ്ട എന്താ വെച്ചാല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് തിരിഞ്ഞു എന്നല്ല കിട്ടേണ്ടത്, തിരിഞ്ഞില്ല എന്നാ കിട്ടേണ്ടത്. അതിന്റെ പേരാണ് ജഹില് ബസീത്ത്. അതുണ്ടായ വിജയിക്കും. മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു ആണ് ഇൽമിന്റെ ബാബ് എന്ന് പറഞ്ഞ ആള്. അനമദീനത്തുൽ ഇൽമി വാലിയുൻ ബാബുഹാ ഹബീബുനാ റസൂലുള്ളാഹി. അലി ഇൽമിന്റെ വാതിലാണെന്ന് പറഞ്ഞ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്കുള്ള വിവരം ബഹറിൽ നിന്ന് സൂചിമുനയിൽ കിട്ടുന്നതിലും താഴെയാകുന്നു. പഠിച്ച് അവസാനം പഠിയില്ല എന്നുള്ള വിവരമാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടായാൽ ഓൻ രക്ഷപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ പഠന വിഷയം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഇത് പഠിച്ചാൽ തീരൂലട്ടോ. അത് മനസ്സിലായവരൊക്കെ ജയിച്ചു. ബൂസൂരി ഇമാമ വിജയിച്ചത് ഇത് തീരൂല എന്ന് മനസ്സിലായപ്പോഴാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു വിജയിച്ചത് ഇത് തീരൂല എന്ന് മനസ്സിലായപ്പോഴാണ്. സയ്യിദുനാ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു വിജയിച്ചത് ഇത് തീരൂല എന്ന് മനസ്സിലായപ്പോഴാണ്. ബാലഗൽ മുദ്ദഹു ഫീ ഔ സാഫിഹി ഫാമ ബലഗ
بالغ معشر ماء بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله